Hello, hi, and welcome to Denia's classes. Now, we will equal triangles. First exercise, third problem we discuss. Now, the page number 12 problems. Now, there are 3 problems. We problem in class discuss. Okay? Now, we will rule if sides of one triangle are equal to sides of another triangle, then the angles opposite to equal sides are equal. അതായത് ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സും മറ്റ് ട്രയാങ്കിളിന്റെ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ അവരുടെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഏതൊക്കെ ആംഗിൾസ് ആണ് ഈക്വൽ ആവുക? ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആയിരിക്കും ഈക്വൽ ആവുക. ഓക്കെ, അപ്പം നമുക്ക് ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? കമ്പ്യൂട്ട് റിമൈനിങ് ആംഗിൾസ്. നമുക്ക് രണ്ട് ആംഗിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കിയുള്ള ആംഗിൾസ് ഒക്കെ കണ്ടുപിടിക്കാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്രയാങ്കിൾ എ ബി സിയിൽ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ബാക്കിയുള്ള ആംഗിൾ ബിയും ആംഗിൾ സിയും നമ്മൾ കണ്ടുപിടിക്കണം. അതേപോലെ ട്രയാങ്കിൾ പി ക്യു ആറിലത്തെ ആംഗിൾ ക്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ പിയും ആറും നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ രണ്ട് ട്രയാങ്കിൾസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് എന്തറിയണം? ഈ ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ടാണ് നമുക്ക് അതിൻ്റെ ആംഗിൾസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് അതിന് തന്നിട്ടുള്ള ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണ്? എ ബി ഈക്വൽ ടു ക്യു ആർ, അതായത് എ ബി എന്ന് പറയുന്ന സൈഡും ക്യു ആർ എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ് നമുക്ക് അവർ തന്നിട്ടുണ്ട്. ഇനി എന്താണ്? ബി സി ഈക്വൽ ടു പി ക്യു, അതായത് ഈ ബി സി രണ്ട് ഞാൻ വരച്ചു ഈക്വൽ ടു പി ക്യു. അപ്പോൾ ബി സിയും പി ക്യുവും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? എ സി ഈക്വൽ ടു ആർ പി, എ സി ഈക്വൽ ടു ആർ പി. അപ്പോൾ 3 സൈഡ്സും ഈക്വൽ ആണെന്നുള്ളത് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും, അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. എ ബിയും ക്യു ആറിൻ്റെയും എ ബിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ, എ ബിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ സി. ആംഗിൾ സി ഈക്വൽ ടു ക്യു ആറിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ, ക്യു ആറിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ, ആംഗിൾ പി. ഓക്കെ, ഈക്വൽ ആയിരിക്കും. ഇനി അതേപോലെ ബി സിയുടെ ഓപ്പോസിറ്റ് വരുന്നത്, ബി സി എന്ന് പറയുമ്പോൾ അതിലില്ലാത്തൊരു ആംഗിൾ ഉള്ളത് നമുക്കറിയാം, ആംഗിൾ എ ആണെന്നുള്ളത്. ആംഗിൾ എ ഈക്വൽ ടു പി ക്യു. പി ക്യു എന്ന് പറയുമ്പോൾ പിയും ക്യൂ അല്ലാത്തൊരു ആംഗിൾ ഉള്ളത് ആംഗിൾ ആറാണ്. അപ്പോൾ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ആർ. ഇനി അടുത്തത് എന്താണ്? സി എ. സി എ എന്ന് പറയുന്നത് സി എയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ, ആംഗിൾ ബി. ആംഗിൾ ബി ഈക്വൽ ടു ആർ പി. ആർ പിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ക്യൂ. ആംഗിൾ ക്യൂ എന്നുള്ളത് നമുക്ക് മനസ്സിലായി, അല്ലേ? ഇനി നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് വെച്ചിട്ട് നമുക്കിത് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ പി, അതല്ല ആദ്യം ആംഗിൾ സി. ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ പി. അപ്പോൾ ആംഗിൾ സിയും നമുക്കറിയില്ല, അതുപോലെ തന്നെ ആംഗിൾ പിയും എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് അതറിയില്ല, അത് നമ്മൾ ലീവ് ചെയ്യാം. അടുത്തത് നമുക്കൊന്ന് നോക്കി നോക്കാം. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ആർ. ഏതാണ് ആംഗിൾ എ എന്ന് പറയുന്നത്? ആംഗിൾ എ ഈക്വൽ ടു നമുക്കിവിടെ തന്നിട്ടുണ്ട് 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്, ഈക്വൽ ടു ആംഗിൾ ആർ. ആംഗിൾ ആർ എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഏതാണ് ആംഗിൾ? ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ. ആംഗിൾ ബി നമുക്ക് തന്നിട്ടുണ്ടോ? ആംഗിൾ ബി തന്നിട്ടില്ല, ആംഗിൾ ക്യൂ തന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ആംഗിൾ ക്യൂ ഈക്വൽ ടു എത്രയാണ് തന്നിട്ടുള്ളത്? 70 ഡിഗ്രി. അപ്പോൾ ഏത് ആംഗിൾ ആയിരിക്കും ഈക്വൽ? ആംഗിൾ ബി ഈക്വൽ ടു 70 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും രണ്ട് ആംഗിൾസ് വീതം നമുക്ക് കിട്ടി കഴിഞ്ഞു, അല്ലേ? ആംഗിൾ ബി എത്രയാണ്? 70 ഡിഗ്രി എന്ന് മനസ്സിലായി. അതുപോലെ ആംഗിൾ ആർ എത്രയാണ്? 60 ഡിഗ്രി എന്ന് നമുക്ക് മനസ്സിലായി. ഞാൻ കൂടി ഒരു ആംഗിൾ അല്ലേ കണ്ടുപിടിക്കാനുള്ളത്, ഈസി ആയിട്ട് കണ്ടുപിടിച്ചോളൂ. എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? ഇൻ ട്രയാങ്കിൾ എ ബി സി ഈ 3 ആംഗിളും കൂടി, ട്രയാങ്കിൾസിൻ്റെ 3 ആംഗിളും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം, അല്ലേ? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ എത്രയാണ്? 60 പ്ലസ് 70, 60 ഡിഗ്രി പ്ലസ് 70 ഡിഗ്രി plus angle C equal to 180 degree. Angle C equal to
ഇത് എത്രയാണ് 60 + 70 130. അപ്പോൾ 180 - 130 = 50 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ സി നമുക്ക് കിട്ടി കഴിഞ്ഞു അല്ലേ. ആംഗിൾ സി എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ് നമുക്ക് കിട്ടി കഴിഞ്ഞു. ആംഗിൾ സി 50 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ പി എത്രയായിരിക്കും? സെയിം തന്നെ അല്ലേ. അപ്പോൾ ആംഗിൾ സി ആംഗിൾ പി = 50 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ ആംഗിൾസും ഇങ്ങനെ കിട്ടി കഴിഞ്ഞു. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി എടുത്ത് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ. നമുക്ക് ഇനി അടുത്ത പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി 4th പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രോബ്ലം ഞാൻ എഴുതിയിട്ടുണ്ട്, നമുക്ക് അന്നേരം അതൊന്ന് നോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ ഒരു ആദ്യം തന്നെ ഇങ്ങനെ ഒരു കോർഡിനേറ്റർ തന്നിട്ടുണ്ട്. ഈ കോർഡിനേറ്ററിനെ 2 ട്രയാങ്കിൾസ് ആയിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആർ ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി. അതായത് ഏതാണ് എ ബി സി? എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ബി ഡി. എ ബി ഡി ഈക്വൽ ഇൻ ദി ഫിഗർ അബവ്. അപ്പോൾ ഈ 2 ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസുകൾ ഈക്വൽ ആണോ എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വൈ, ഈക്വൽ ആണെങ്കിൽ വൈ, അല്ലെങ്കിൽ ഈക്വൽ അല്ലെങ്കിൽ വൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ജനറൽ റൂൾ എന്താണ്? ട്രയാങ്കിൾസിൻ്റെ ജനറൽ റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സൈഡ്സ് ഓഫ് വൺ ട്രയാങ്കിൾ ഈക്വൽസ് ടു ദി സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ, ദെൻ ദി ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾസ് ആർ ഓൾസോ ഈക്വൽ അല്ലേ. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡും മറ്റു ട്രയാങ്കിളിൻ്റെ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ അവരുടെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മുടെ റൂൾ അല്ലേ. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ എന്താണ്? എ ബി സി എന്നുള്ള ട്രയാങ്കിളും അതുപോലെ എ ബി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിളും. ഇനി നമുക്ക് ഇവരുടെ സൈഡ്സ് ഈക്വൽ ആണോ നോക്കാം. സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആംഗിൾസും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഏതൊക്കെ ട്രയാങ്കിൾ ആണുള്ളത്? ഇൻ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ, അതായത് എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ബി ഡി ആൻഡ് ട്രയാങ്കിൾ എ ബി ഡി ഏതൊക്കെയാണ് സൈഡ്സ്? കുറച്ച് സൈഡ്സ് അവർ തന്നിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിട്ടുള്ള വാല്യൂസ് നമുക്ക് എഴുതാം. 8 സെൻറ്റിമീറ്റർ എ ഡി 8 സെൻറ്റിമീറ്റർ ആണ്, എ സിയും അതുപോലെ 8 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ എ ബി സിയിലത്തെ എ സി = എ ഡി അല്ലേ. ഇവിടെയും 8 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെയും 8 സെൻറ്റിമീറ്റർ, എ സി = എ ഡി. എന്താണ് റീസൺ? അവർ തന്നിട്ടുണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്, ഗിവൺ. ഓക്കെ, ഇനി ഏത് സൈഡാണ് ഈക്വൽ എന്ന് പറയുന്നത്? ബി സി 6 സെൻറ്റിമീറ്റർ ആണ്, ബി ഡിയും 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പം ബി സി = ബി ഡി. എന്താണ് റീസൺ എഴുതേണ്ടത്? അവർ തന്നിട്ടുണ്ട്, അപ്പം നമുക്ക് എന്ത് എഴുതാം? ഗിവൺ. ഓക്കെ, ഇനി ഒരു സൈഡ് കൂടി ഇവർക്കുള്ളൂ അല്ലേ. എ ബി സിയിലും ഒരു സൈഡ് കൂടിയേ ഉള്ളൂ, അതുപോലെ എ ബി ഡിക്കും ഒരു സൈഡ് കൂടിയേ നമുക്ക് ഇനി നോക്കേണ്ട ആവശ്യമുള്ളൂ. ഏത് സൈഡാണത്? എ ബി അല്ലേ. അപ്പോൾ എ ബി സിയിലത്തെ സൈഡ് എന്ന് പറയുന്നത് എ ബി തന്നെയാണ്, എ ബി ഡിയിലത്തെ സൈഡ് എന്ന് പറയുന്നതും എ ബി തന്നെയാണ്. അപ്പോൾ എ ബി = എ ബി നമുക്ക് എന്തുകൊണ്ട് എഴുതാൻ പറ്റും? കോമൺ സൈഡാണ്. എ ബി സിയിലത്തെയും ട്രയാങ്കിൾ എ ബി സിയിലത്തെയും ട്രയാങ്കിൾ എ ബി ഡിയിലത്തെയും കോമൺ സൈഡാണ് എന്ത്? എ ബി എന്ന് പറയുന്നത്. കോമൺ സൈഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ട്രയാങ്കിൾ എ ബി സിയിലെ എ ബി എന്ന് പറയുന്നത് ഒരു 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എ ബി ഡിയിലും ആ എത്രയായിരിക്കും മെഷർമെൻറ്റ്? സെയിം ലെങ്ത് തന്നെയാവും അല്ലേ. അപ്പോൾ എ ബി = എ ബി കോമൺ സൈഡ്. അപ്പോൾ എന്ത് മനസ്സിലായി? 3 സൈഡുകളും ഈക്വൽ ആണ് അല്ലേ. ഈ എ ബി സിയിലത്തെയും അതുപോലെ എ ബി ഡിയിലത്തെയും സൈഡ്സ് എല്ലാതും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്തായി? എന്താണ് ആ ജനറൽ റൂൾ എന്ന് പറയുന്നത്? എന്താണ്? ഇഫ് ദ സൈഡ്സ് ഓഫ് വൺ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു ദി സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ, then the angles of the triangles are also equal. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ എന്താണ്? ആർ ദി ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ ഈക്വൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ആണ് ആൻസർ വരുന്നത്. റീസൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജനറൽ റൂള് നമ്മൾ എഴുതി വയ്ക്കാം. എന്താണ്? ദ സൈഡ്സ് ഓഫ് വൺ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ, then the angles of the triangles are also equal. അത് എഴുതിയ ആൻസർ കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ഇനി അടുത്ത പ്രോബ്ലം ചെയ്യാം. 5th, ഇതിപ്പോൾ 4th പ്രോബ്ലം ആണ്. ഇനി നമുക്ക് 5th പ്രോബ്ലം ചെയ്യാം. നമുക്കിപ്പോൾ 5th പ്രോബ്ലം ചെയ്യാം. അപ്പോൾ അതിന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് ആൻസർ ചെയ്യാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻ ദി കോർഡിലേറ്ററൽ എ ബി സി ഡി ഷോൺ ബിലോ, അതായത് എ ബി സി ഡി എന്ന് പറഞ്ഞ കോർഡിലേറ്ററിൽ തന്നിട്ടുള്ളതിൽ എ ബി = എ ഡി, അതായത് എ ബി = എ ഡി, എ ബിയും എ ഡിയും ഈക്വൽ ആണ്. അതേപോലെ തന്നെ പറഞ്ഞിട്ടുള്ളത് ബി സി = സി ഡി. അപ്പോൾ ബി സിയും
സി ഡിയും ഈക്വൽ ആണ്. കമ്പ്യൂട്ട് ഓൾ ആംഗിൾസ് ഓഫ് ക്വാഡ്രിലാറ്ററൽ. അതായത് ഈ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്ററലത്തെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഫിഗറിൽ ക്വാഡ്രിലാറ്ററിനെ അവർ നമ്മൾ എന്തായിട്ടാണ് രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് അവർ ഓൾറെഡി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ട്രയാങ്കിൾ എ ബി സിയും അതുപോലെ തന്നെ ട്രയാങ്കിൾ എ ഡി സി ആയിട്ട് ഓൾറെഡി അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ എ കണ്ടുപിടിക്കണം, ആംഗിൾ ബി, ആംഗിൾ സി, ആംഗിൾ ഡി. അതാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് അല്ലേ. അതിലെ രണ്ട് മെഷർമെൻറ്റ് അവർ തന്നിട്ടുണ്ട്. ഡി എ സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്, അതുപോലെ ബി സി എ എന്ന് പറഞ്ഞിട്ടുള്ള ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വേണം നമുക്ക് ഇനി മറ്റുള്ള ആംഗിൾസിൻ്റെ മെഷർമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ റൂൾ എന്താണ്? ട്രയാങ്കിൾസിൻ്റെ റൂൾ എന്താണുള്ളത്? ഇഫ് സൈഡ്സ് ഓഫ് വൺ ട്രയാങ്കിൾ are equal to sides of another triangle, then the angles opposite to equal sides are equal. അങ്ങനെ അതാണ് നമ്മുടെ റൂള് അല്ലേ. അപ്പം ആദ്യം തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സൈഡ്സുകൾ ഈക്വൽ ആണ് കണ്ടുപിടിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ ആംഗിൾസും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പം ഇതിൽ ഏതൊക്കെ ട്രയാങ്കിളാണുള്ളത്? ഇൻ ട്രയാങ്കിൾ ഏതാണ് ട്രയാങ്കിൾ? എ ഡി സി ആൻഡ് ട്രയാങ്കിൾ എ ബി സി. നമ്മൾ എന്തിനാണിത് എഴുതുന്നത്? നമുക്ക് ആദ്യം തന്നെ സൈഡ്സ് ഈക്വൽ ആണ് കണ്ടുപിടിക്കണം. സൈഡ്സ് ഈക്വൽ ആണ് കണ്ടുപിടിച്ചാൽ മാത്രമാണ് അതിൻ്റെ ആംഗിൾസ് നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ സൈഡ്സ് ഈക്വൽ ആണെന്നുള്ളത് കണ്ടുപിടിക്കലാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക്. അപ്പോൾ ഇവർ ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? എ ബി ഈക്വൽ ടു എ ഡി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എ ബി സിയിൽ എ ഡി ഈക്വൽ ടു എ ബി എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ റീസൺ നമുക്ക് എഴുതാം ഗിവൺ. അവർ തന്നിട്ടുള്ളത് കൊണ്ട് ഗിവൺ എഴുതാം. ഇനി ഏതാണ് തന്നിരിക്കുന്നത്? ഡി സി ഈക്വൽ ടു ബി സി അല്ലേ. അപ്പോൾ ഡി സി ഈക്വൽ ടു ബി സി. ഇതിൻ്റെ റീസൺ എന്തുകൊണ്ടാണ് ഈക്വൽ ആണെന്ന് പറയാനായിട്ട് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഗിവൺ എഴുതി. ഇനി ഇതിൽ ഒരേ ഒരു സൈഡും കൂടിയല്ല നമുക്ക് ഈക്വൽ ആണെന്ന് കണ്ടുപിടിക്കാനുള്ളൂ. ഏത് സൈഡാണ് വരുന്നത്? എ സി. ഈ രണ്ട് സൈഡുകൾ ഈക്വൽ ആണെന്ന് തന്നു. ഇനി നമുക്ക് ആകെ കൂടി കണ്ടുപിടിക്കാനുള്ളത് എ സി മാത്രമാണ്. അപ്പോൾ എ ഡി സിയിലത്തെ ഏത് സൈഡാണ്? എ സിയും അതേപോലെ തന്നെ എ ബി സിയിലത്തെ ഏത് സൈഡാണ്? എ സി. രണ്ടും സെയിം സൈഡാണ്. അപ്പോൾ എ സി ഈക്വൽ ടു എ സി. സൈഡ് ഇവിടെ എ ഡി സിയിൽ എ സി എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ ട്രയാങ്കിൾ എടുത്താലും എ സി 10 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. അപ്പോൾ എ സി ഈക്വൽ ടു എ സി. എന്താണ് റീസൺ വരുന്നത്? കോമൺ സൈഡ്, കോമൺ. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് പറയാൻ പറ്റും. ഈക്വൽ ട്രയാങ്കിൾസ് ആയ എന്താണ്? അതിൻ്റെ ആംഗിൾസ് സെയിം സൈഡിലത്തെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവർ ഈക്വൽ ആണ് പ്രൂവ് ചെയ്ത സ്ഥിതിക്ക് ഇനി നമുക്ക് ഓരോ ആംഗിൾസുകൾ കണ്ടുപിടിച്ച് കൊടുക്കാം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഇത് കണ്ടുപിടിക്കാൻ? എ ബി ഈക്വൽ ടു എ ഡി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഉള്ളത് അല്ലേ. അപ്പോൾ എ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഏതായിരിക്കും? എ ബി. ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ സി. ആംഗിൾ സി ഈക്വൽ ടു എ ഡിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആംഗിൾ സി അല്ലേ. എ ബി ഈക്വൽ ടു എ ഡി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എ ബിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ, അപ്പോൾ ഈ ട്രയാങ്കിൾ നമ്മൾ ഓൾറെഡി ഈക്വൽ ട്രയാങ്കിൾസ് ആണ് കണ്ടുപിടിച്ചു. കാരണം എല്ലാ സൈഡ്സും ഈക്വൽ ആണ് കണ്ടുപിടിച്ചു. അപ്പോൾ അത് ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ എ ബി ഈക്വൽ ടു എ ഡി എന്ന് പറഞ്ഞാൽ എ ബിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ സി ആണ്. അതുപോലെ എ ഡിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ സി തന്നെയാണ്. അപ്പോൾ ഇവിടെ എത്രയാണ് തന്നിട്ടുണ്ട്? ഈക്വൽ ടു എത്രയാണ്? ആംഗിൾ സി എത്രയാണ്? നമുക്ക് എ ബി സിയിലത്തെ ആംഗിൾ സി എത്ര തന്നിട്ടുള്ളത്? 50 ഡിഗ്രി. അപ്പം ഇവിടെ 50 ഡിഗ്രി ആകുമ്പോൾ ഇവിടെയും എത്രയാണ്? 50 ഡിഗ്രി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ ബി സി ഈക്വൽ ടു സി ഡി എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ബി സി ഈക്വൽ ടു സി ഡി. അപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസ് ആണ് നമ്മൾ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഈ ബി സിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ, ബി സിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് പറയുമ്പോൾ ഏതാണ്? ഈ സൈഡിൽ നിന്ന് ഒരു ഇത് വരയ്ക്കുമ്പോൾ ആംഗിൾ എ ഈക്വൽ ടു സി ഡിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ. സി ഡിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ എ. ഈ ആംഗിൾ എ എന്ന് പറയുന്നതിന് പകരം നമുക്ക് ശരിക്കും ആംഗിൾ പറയാം. ഓക്കെ. ആംഗിൾ ബി എ സി ഈക്വൽ ടു സി ഡിയുടെ ഓപ്പോസിറ്റ് വരുന്നത് ആംഗിൾ സി ഡി എ. സോറി, ആംഗിൾ ഡി എ സി. ഡി എ സി. ഓക്കെ, ക്ലിയർ ആയല്ലോ.
ഇവിടെയും നമുക്ക് അതുപോലെ ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് എഴുതാം. എ ബി എന്ന് പറയുമ്പോൾ എ ബിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് പറയുമ്പോൾ ആംഗിൾ ബി സി എ ഈക്വൽ ടു എ ഡിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ എ സി ഡി. അങ്ങനെ ശരിക്കും എഴുതാം. അപ്പൊ ആംഗിൾ ബി സി എ എന്ന് പറയുന്നത് 50 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. therefore angle BCA equal to 50 degree. therefore angle ACD equal to 50 degree. ഓക്കെ, അതേപോലെ തന്നെ ആംഗിൾ ബി എ സി തന്നിട്ടുണ്ടോ? ആംഗിൾ ബി എ സി തന്നിട്ടില്ല. ആംഗിൾ ഡി എ സി തന്നിട്ടുണ്ട് അല്ലേ? ആംഗിൾ ഡി എ സി ഈക്വൽ ടു എത്രയാണ് അവർ നമുക്ക് തന്നിട്ടുള്ളത്? 30 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore angle BAC equal to സെയിം 30 ഡിഗ്രി. അപ്പോൾ നമുക്ക് രണ്ട് ആംഗിൾസും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അപ്പോൾ ഇവിടെയും എന്ത് കിട്ടി? 30 ഡിഗ്രി കിട്ടി അല്ലേ? ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? ഈ രണ്ട് ആംഗിൾസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം AC എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന് ഈ ആംഗിൾ കണ്ടുപിടിച്ചൂടെ? ഇൻ ട്രയാങ്കിൾ ABC എങ്ങനെയാണ്? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി മറ്റുള്ള ആംഗിൾസ്, ആംഗിൾ എ എന്ന് പറയുന്നത് 30 ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, ഇനി ഇത് 30 പ്ലസ് 50 എന്ന് പറയുന്നത് 80 ആണ്. ആംഗിൾ സി ഈക്വൽ ടു 180 മൈനസ് 80 ഈക്വൽ ടു 100 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് എത്രയാണ്? ആംഗിൾ സി എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ആംഗിൾ ബി ഈക്വൽ ടു 180 മൈനസ് 80 ഈക്വൽ ടു 100 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ എ ബി സി കിട്ടി ഇല്ലേ? ആംഗിൾ എ ബി സി ഈക്വൽ ടു എത്ര കിട്ടി? നമുക്ക് 100 ഡിഗ്രി കിട്ടി അല്ലേ? അപ്പോൾ എ ബി സി 100 ഡിഗ്രി കിട്ടി. ഇനി നമുക്ക് എന്താണ് കിട്ടേണ്ടത്? എ ഡി സി ആണ് കിട്ടേണ്ടത്. ഇതേപോലെ തന്നെ ഈ ട്രയാങ്കിൾ എ ബി സിയും ഇതുപോലെ തന്നെ എഴുതാം. ഇങ്ങനെ തന്നെ എഴുതാം. ആംഗിൾ എ ബി സി ഈക്വൽ ടു 100 ഡിഗ്രി. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ ട്രയാങ്കിൾ എ ഡി സി, ട്രയാങ്കിൾ എ ഡി സിയിൽ ഇതേപോലെ തന്നെ എഴുതാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി ആംഗിൾ എക്ക് വാല്യൂ കൊടുക്കാം 30 പ്ലസ് ആംഗിൾ ഡി പ്ലസ് 50 ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ഡി ഈക്വൽ ടു 180 മൈനസ് 80 ഈക്വൽ ടു 100 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ രണ്ട് ആംഗിൾസ് കിട്ടി കഴിഞ്ഞു. ആംഗിൾ എ ബി സി എത്ര? 100 ഡിഗ്രിന്ന് കിട്ടി കഴിഞ്ഞു. ആംഗിൾ എ ഡി സിയും 100 ഡിഗ്രിന്ന് കിട്ടി കഴിഞ്ഞു. നമ്മുടെ അടുത്ത് ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? കോർഡിനേറ്ററിൻ്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? ഈ കോർഡിനേറ്ററിലെ ആംഗിൾ എ ഇൻ കോർഡിലാറ്ററൽ എ ബി സി ഡി ആംഗിൾ എ എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്യുന്നതല്ല. ആംഗിൾ എ എന്ന് പറയുന്നത് ആംഗിൾ എ ഈക്വൽ ടു 30 പ്ലസ് 30 എത്രയാണ്? 60 ഡിഗ്രി. ഇനി ആംഗിൾ ബി എന്ന് പറയുന്നത് എത്രയാണ്? നമ്മളത് ഡയറക്റ്റ്ലി കണ്ടുപിടിച്ചിട്ടുണ്ട്. ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് ആംഗിൾ ബി എന്ന് പറയുന്നത് എത്രയാണ്? 100 ഡിഗ്രി. ഇനി ആംഗിൾ സി എന്ന് പറയുന്നത് എത്രയാണ്? ഈ രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്തത്. ആംഗിൾ സി ഈക്വൽ ടു 50 പ്ലസ് 50 എന്ന് പറയുന്നത് 100 ഡിഗ്രി. ഇനി ആംഗിൾ ഡി ആണ് കണ്ടുപിടിക്കുക. ആംഗിൾ ഡി നമ്മൾ ഡയറക്റ്റ്ലി കണ്ടുപിടിച്ചിട്ടുണ്ട് 100 ഡിഗ്രി. ആംഗിൾ ഡി ഈക്വൽ ടു 100 ഡിഗ്രി. അപ്പോൾ നമ്മൾ എല്ലാ ആംഗിൾസും കണ്ടുപിടിച്ചില്ലേ? കോർഡിനേറ്റർ എ ബി സി ഡി എയും ബിയും സിയും ഡിയും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം. ഓക്കെ, ബൈ.